ഈ ഒരു പ്രോഡക്റ്റ് വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഒരു ഫോട്ടോഷൂട്ട് ചെയ്യാം. ഈ ഒരു പ്രോഡക്റ്റ് വെച്ചിട്ട് ഈ ഒരു പ്രോഡക്റ്റ് ഇങ്ങനെയല്ല, അതിനെ അങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് കമ്പോഴാം. ഓക്കെ, ഇതിൻ്റെ ഷേപ്പ് ഞാനൊന്ന് മാറ്റിയിട്ടുണ്ട്, ഈ ഒരു ലെവലിലോട്ട് എത്തിയിട്ടുണ്ട്. ഷേപ്പ് മാറ്റി വെച്ചിട്ട് ഇതിന് ഞാൻ ജസ്റ്റ് നമ്മളൊരു പ്രോഡക്റ്റ് ഷൂട്ടിന് കാട്ടിലും നമുക്ക് നമ്മുടെ ക്രിയേറ്റിവിറ്റി ആർട്ടായിട്ട് എങ്ങനെ ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ഒരു ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ പ്രോഡക്റ്റ് ഞാൻ ഇങ്ങനെ ജസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഒരു സൈഡ് ലൈറ്റ് വെച്ചിട്ട് ജസ്റ്റ് ഷാഡോ എല്ലാം കൂടെ ക്രിയേറ്റ് ചെയ്തിട്ട് ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി നോക്കാം. ഓക്കെ, വാ. ഈ ഒരു പ്രോഡക്റ്റിൻ്റെ കൂടെ തന്നെ ഈ ഒരു ഇതും കൂടെ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് വെച്ചിട്ട് ഞാൻ ചെയ്യാൻ വേണ്ടി പോകണം. കാരണം എന്ന് പറഞ്ഞാൽ അപ്പോഴത്തേക്കും നമുക്കൊരു ആർട്ട് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു ആർട്ട് പോലത്തെ ഒരു പ്രോഡക്റ്റ് ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്കിത് കാണാനായിട്ട് കുറച്ചുകൂടെ ഭംഗിയായിരിക്കും. നല്ലൊരു കാണാനും കുറച്ചുകൂടെ ഭംഗി, എല്ലാവർക്കും എന്തോന്ന് നമ്മൾ പ്രോഡക്റ്റിലുപരി കുറച്ച് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരിതായിട്ട് തോന്നും. അതിന് വേണ്ടിയിട്ടാണ് ഇതും കൂടെ ഇൻക്ലൂഡ് ചെയ്ത് ഇതുകൂടെ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് വെച്ചിട്ട് നമുക്കൊരു ഷൂട്ട് ചെയ്യാം. ഇതിപ്പം ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്, ഇമേജ് കിട്ടിയിട്ടുള്ളത്. അപ്പം ഇതിൻ്റെ അപ്രോച്ചറെല്ലാം അപ്രോച്ചറും ഷാഡോസ് എല്ലാവരും കണ്ടിട്ടുണ്ടല്ലോ. അപ്പം അതിൻ്റെ ഓൺ സൈഡ് ലൈറ്റിലാണ് ഞാൻ സെറ്റ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ചെറിയൊരു ഷാഡോ മാത്രമേ ഉള്ളൂ. നമുക്ക് പിക്ചർ നമുക്ക് ഒന്ന് കാണാം. പിക്ചർ ഇതാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ള പിക്ചർ. ഓക്കെ, അപ്പോൾ അത്യാവശ്യം അത് ഷാർപ്നെസ് കുറവെന്ന് പറഞ്ഞാൽ അപ്രോച്ചർ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്രോച്ച് കൂട്ടിയെടുത്താൽ ഷാർപ്നെസ് കയറും. അപ്പോൾ നമുക്ക് അപ്രോച്ചർ കയറ്റിയിട്ട്, അതായത് അപ്രോച്ച് കയറ്റുമ്പോഴത്തേക്ക് ഡാർക്ക് ആവും. അപ്പം അതായത് നമ്മുടെ ഫോട്ടോ ഡാർക്ക് ആവും. എന്നിട്ട് ISO കയറ്റുക. ISO നമ്മളെ ഫോട്ടോയ്ക്ക് അനുസരിച്ച് ഓക്കെ മതിയാവും. ഇനി നമുക്കൊരു ഫോട്ടോ എടുത്ത് നോക്കാം. ഓക്കെ, ബെറ്ററായിട്ടുള്ളൊരു ഇമേജ്, ഉറപ്പായിട്ടും ബെറ്ററായിട്ട് നല്ലൊരു ഇമേജ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഷൂട്ട് ഏകദേശം എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ്. നിങ്ങൾ എന്തായാലും ആ ഷൂട്ട് ഇഷ്ടമായാലില്ലെങ്കിലും ഇതിൽ കൂടുതലായിട്ട് ഇനി ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യണം, അല്ലെങ്കിൽ ഇതിൽ എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിലും ഉറപ്പായിട്ടൊന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾ കമൻറ്റ് ചെയ്യുമ്പോൾ എനിക്കതിൽ ഞാൻ ചെയ്യുന്നില്ലെങ്കിലും വ്യത്യാസമുണ്ട്, മിസ്റ്റേക്ക് ഉണ്ടെന്ന് എനിക്ക് അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഉറപ്പായിട്ട് അതിനൊന്ന് കമൻറ്റ് ചെയ്യുക. കമൻറ്റുകളൊന്ന് ജസ്റ്റ് പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ കൂടുതലായിട്ട് ഈ വീഡിയോ ഇനി കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യണോ അതോ എങ്ങനെ ചെയ്യണമെന്ന് നിങ്ങൾ ഉറപ്പായിട്ടൊന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുമ്പോൾ ഞാൻ അതനുസരിച്ചിട്ടുള്ള ഒരു കാര്യം ഉറപ്പായിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ പിന്നെ വേറൊരു കാര്യം എന്ന് നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ജസ്റ്റ് നിങ്ങൾക്ക് പറ്റുന്ന ആൾക്കാർ, ഫോട്ടോഗ്രാഫി ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഫോണിലോ അല്ലെങ്കിൽ നമ്മുടെ അല്ലാതെ തന്നെ ക്യാമറയിലോ ജസ്റ്റ് ഒന്ന് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യുക. കാരണം നമുക്ക് എല്ലാവർക്കും ഒരു ഡ്രീം ആയിരിക്കും ഓരോ ഫോട്ടോ കാണുമ്പോൾ അങ്ങനത്തെ ഒരു ഫോട്ടോ. ഞാൻ ഇങ്ങനത്തെ ഫോട്ടോസൊക്കെ ജസ്റ്റ് Pinterest സെർച്ച് ചെയ്യുമ്പോൾ അതിൽ കിട്ടുന്ന ഫോട്ടോസാണ്. അപ്പോൾ അത് നോക്കുമ്പോൾ എനിക്കും ഇതിൽ എൻ്റെതായിട്ടുള്ള ക്രിയേറ്റിവിറ്റിയിൽ എങ്ങനെ ചെയ്യാം എന്ന് കണ്ടിട്ടാണ് ഞാൻ ഫോട്ടോ എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കും നിങ്ങളെ ക്രിയേറ്റിവിറ്റി മൈൻഡിൽ എന്താണ് ഫോട്ടോ എടുക്കുക, എങ്ങനെ ഫോട്ടോ എടുക്കാം എന്ന് നിങ്ങൾക്ക് ഉറപ്പായിട്ടൊരു കാഴ്ചപ്പാടുണ്ടായിരിക്കും. അപ്പോൾ അത് അനുസരിച്ച് നിങ്ങളും ഒന്ന് ശ്രമിച്ച് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ക്രിയേറ്റിവിറ്റി നല്ലൊരു ഫോട്ടോ എടുക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. എല്ലാവരും ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്ത് കൂടെ കുടിക്കും. നമുക്ക് ഉറപ്പായിട്ട് ഇനിയും നല്ല രീതിയിൽ വീണ്ടും കുറേ വ്യത്യസ്ത രീതിയിൽ നല്ല ഷൂട്ടുകൾ ചെയ്ത് ഉറപ്പായിട്ട് ഞാനും കൂടെ ഉണ്ടാവും. നിങ്ങളുടെ സപ്പോർട്ടും കൂടെ ഉണ്ടാവണമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം. ഓക്കെ, ബൈ.